ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ആ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെള്ളപ്പൂക്കളൊക്കെ ഇതാ കുറച്ച് ഭംഗിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. കിളികൾ പോണ സൗണ്ട് കേൾക്കണ്ടെന്ന് വിചാരിക്കണം നിങ്ങൾ. ഓർഡർ നോക്കി കിടന്നിട്ട് കാറ്റ് വീശി നോക്കിക്കേ. അവിടെ നിൽക്കണം മരം കണ്ട. അത് നടുവിലെ ഡാലിയ തോട്ടത്തിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നല്ല കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു. 2-3 കൊമ്പുകൾ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് വീണെടുക്കായിരുന്നു. ഞാൻ നട്ട് രണ്ടാമത് കുറ്റി അടിച്ചു കൊടുത്ത്. ഇത് എത്ര നല്ല കടകളാണ് അതിൽ നിന്ന് കൊമ്പൊടിഞ്ഞു പോകുന്നത് നോക്കിയത്. കുറേ മുട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും കുറേ ഒടിഞ്ഞു. 3 വലിയ കൊമ്പൊടിഞ്ഞു. ഇതിനി പിടിക്കാവോ? ഭയങ്കര കാറ്റായിരുന്നു. പക്ഷെ ഇത്രയ്ക്കല്ലേ പോയുള്ളൂ. ഞാൻ വിചാരിച്ചു എൻ്റെ എല്ലാവരും ഒടിഞ്ഞു പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷെ ദൈവം സഹായിച്ച് അത്രയ്ക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ചെത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിൽ നമ്മുടെ ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പൂക്കളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ തോട്ടം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പച്ചക്കറി തോട്ടമൊന്നും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പച്ചക്കറികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടില്ല, ഉണ്ടായി വരുന്നുള്ളൂ. പയറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാവയ്ക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറ്റിയാമര ഉണ്ടായിട്ടുണ്ട്, അത് പറിച്ചിട്ടില്ല. പിന്നെ പടവലമുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ ഹൗസിൽ നമ്മൾ കുറേ ഇങ്ങനെ പടരണ വെള്ളരിക്ക, പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എന്താ ക്യാൻഡ്ലൂപ്പ്, അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഈ വർഷം നട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. ചെറിയ ചെറിയ കായായിട്ടുണ്ട്. പക്ഷേ വെള്ളരിക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുറേ വെള്ളരിക്ക ഉണ്ടാവും. കഴിഞ്ഞ വർഷം നമുക്ക് കുറേ വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അവിടെ പച്ചക്കറി തോട്ടത്തിൽ പോയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ പറിക്കാം. ഇപ്പോൾ ഇവിടെ സമയം ഉച്ചയ്ക്ക് 3:30 ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഒരു ചെറിയ തണുപ്പും നല്ല വെതറായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഉച്ച നേരം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. ആ തോട്ടത്തിൻ്റെ അവിടെ എനിക്ക് തോന്നുന്നു നല്ല വെയിലുണ്ട്. വെയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്. പക്ഷെ രാത്രി അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ തോട്ടത്തിലെ പൂക്കളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അവിടെ ഒരു റോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുമ്പോൾ പൂവുണ്ടായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മുട്ടയായിരുന്നു കാണിച്ചിട്ട്. ഇന്നിപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലെയും മിഞ്ഞാന്ന് ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴ മാത്രമല്ല, മിഞ്ഞാന്നായിരുന്നു നല്ല മഴ. ഇന്നലെ ഭയങ്കര കാറ്റ് വീശിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഈ ചെടികൾക്കൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചതൊക്കെ ചിലപ്പോൾ കാറ്റത്ത് ചിലപ്പോൾ അതൊക്കെ ഒടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടല്ലോ ഒരു റോസാപ്പൂവ് ഇങ്ങനെ ഇങ്ങനെ തൂമ്പി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിരിഞ്ഞിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കി കഴിയുമ്പോൾ ഒരു വണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പോവാ. ഓക്കെ, അപ്പോൾ ഇനി ഫുള്ളൊന്നും പറയണില്ല. നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ പച്ചക്കറികൾ നമുക്ക് പറിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാവുന്ന കോഴിനെയും താറാവിനെ അയച്ചിട്ടിട്ടില്ല. ഇന്നലെ ഞാൻ അവരെന്നെ അയച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം മിഞ്ഞാന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ചില സ്ഥലത്തേക്ക് വെള്ളം ഉണ്ടായിരുന്നേ. അപ്പോൾ അയച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താറാവ് വെള്ളമുള്ള സ്ഥലത്തേക്ക് എന്നിട്ട് കുത്തി അവിടുത്തെ പുല്ലൊക്കെ നാശമാക്കില്ല. അതാണ് ഇന്നലെ അയച്ചിട്ടില്ല. അതാണ് എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തുടങ്ങിയിട്ട് അവർ അയച്ചിടാൻ വേണ്ടിയിട്ട് അവിടെ കിടന്നിട്ട് നല്ല സൗണ്ടാണ്. നല്ല ഭംഗിയായിട്ടാ. കഴിഞ്ഞ ദിവസം നമ്മുടെ 10 മണിപ്പൂവ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നും എനിക്ക് തോന്നുന്നു ഇന്നലെയും മിഞ്ഞാന്നും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പുതിയ മുട്ടകൾ അധികം വന്നിട്ടില്ല. അല്ലെങ്കിൽ മിക്ക ദിവസം എല്ലാ ദിവസവും ഞാൻ കുറേ പൂവ് കാണാറുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് കഴിയുമ്പോൾ അധികം പൂവൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇതാട്ടെ ഞാൻ നമ്മുടെ നല്ല ഭംഗിയുള്ള റോസാപ്പൂ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാട്ടോ. ഇത് വിരിഞ്ഞിട്ടില്ല കേട്ടോ.
ഇതിങ്ങനെ വിരിയാൻ വേണ്ടിയിട്ട് ഇതിന് മുട്ടായിട്ട് ഇങ്ങനെ നല്ല പാകമായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വണ്ട് പറഞ്ഞു പോകും. ഈ പൂ വിരിഞ്ഞിട്ടുണ്ട്, ഈ മോന് വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഈ പൂ ഓൾറെഡി വിരിഞ്ഞിട്ട് വാടിയിട്ടുണ്ട്. നല്ല അതല്ലേ താഴെ വരും. ചിമ്പുട്ടാ ചിമ്പോ ഇതുണ്ടല്ലോ നമ്മുടെ കിളിയുടെ തീറ്റ കേട്ടാ. തീറ്റ കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ ഈ സമ്മർ തുടങ്ങിയപ്പോൾ വാങ്ങിച്ചു കേട്ടാ. ഇത് എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ ഇത് കുറേ ഉണ്ടായിരുന്നു. ഇത് 40 പൗണ്ട് ഉണ്ട്, 18 കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഈ കിളിയുടെ തീറ്റ. നമ്മൾ ഇവിടെ കിളിക്ക് നമ്മളിവിടെ ഒരു ഫീഡർ വെച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇതിനകത്ത് അധികമൊന്നും ഇല്ല. നമ്മൾ നാട്ടിൽ പോയപ്പോഴുണ്ടല്ലോ കുറേ തീറ്റ നമ്മളിവിടെ പല പല പാത്രങ്ങളായിട്ട് കിളികൾക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വന്നു കഴിഞ്ഞിട്ട് 2-3 ദിവസം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടുണ്ടല്ലോ ബാക്കി ഇത് ഞാൻ ആദ്യം അവിടെ ഗ്രീൻ ഹൗസിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴുണ്ടല്ലോ ഇതിനകത്ത് കൂടുതൽ ഈ തെനയുണ്ടല്ലോ, അങ്ങനത്തെ തെനയും പിന്നെ കൂടുതൽ ഇതാണ് ഈ സൺഫ്ലവർ സീഡ്സ് ആണ് ഇതിനകത്ത്. നമ്മുടെ അണ്ണാനോ ഇതിനൊക്കെ ഇല്ല, കുറച്ചുള്ളൂ, ഇനി വേറെ വാങ്ങണം. അണ്ണാനാന്ന് തോന്നണോ നമ്മുടെ ഈ സൺഫ്ലവർ സീഡ്സ് ഉണ്ടല്ലോ, അത് മുഴുവനും കഴിച്ചിട്ട് ഇതിൻ്റെ ഈ തൊണ്ട് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ സൺഫ്ലവർ സീഡ്സും ഇതിനകത്ത് ഇല്ല കേട്ടോ. അണ്ണാന് നമ്മൾ അങ്ങനെ തീറ്റ കൊടുക്കില്ല. അണ്ണാന് തീറ്റ കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അണ്ണാന് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടൊക്കെ, പക്ഷേ അവന് തീറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് എല്ലാ സാധനവും നശിപ്പിക്കും. അവൻ വന്നിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളികൾക്കൊന്നും പിന്നെ തീറ്റ കഴിക്കാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പേടിയാണ്. അണ്ണാനുണ്ട്. അണ്ണാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ കുഞ്ഞണ്ണാനല്ല, ഇത് ഭയങ്കര വലുതാണ് അണ്ണാന്. ഇത് നമ്മുടെ കൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നോ? തീർന്നു. അതായത് ഇതിനകത്ത് ഈ സൺഫ്ലവർ സീഡ്സ് ഇല്ലാത്തതന്നെ നമ്മുടെ വലിയ കിളികൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. കുഞ്ഞു കിളികൾ വരുന്നുണ്ട്, അവർക്ക് ഈ തെന പോലത്തെ കുഴപ്പമില്ല. പക്ഷേ അതാണ് വലിയ കിളികൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാവില്ല. ഇതുണ്ടല്ലോ, ഈ കൂട് കാണാൻ പറ്റില്ല. ഈ കൂടിൻ്റെ ഈ സൈഡിലുണ്ടല്ലോ, ഇത് നമ്മൾ അണ്ണാന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പഴമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണാന്. പക്ഷെ നമ്മൾ പഴമൊന്നും നമ്മൾ വെച്ച് കൊടുക്കാറില്ല. അവൻ വന്നിട്ടുണ്ടെങ്കിൽ പോയില്ല, അതാണ് പ്രശ്നം. കുറേ കിളികൾ വരും. എന്തോരം കിളികൾ വരാമെന്നറിയാം. ഇവിടെ ഈ വർഷം നമുക്ക് കുറേ കിളികൾ കുഞ്ഞുങ്ങളെ വിരിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ പോണേലും നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൂജി എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള കിളിയാണ്. കുട്ടികൾ നിറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആസ്പിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല പേടിയൊക്കെയാന്ന് പറഞ്ഞില്ലേ. ആസ്പിൻ വന്നിട്ടുണ്ട് കേട്ടോ. നീയ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ആസ്പിനെ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ നീയെ കൊണ്ടുപോയേക്കാന്ന് പറഞ്ഞില്ലേ. ആസ്പിനെ അവിടെ അകത്തേടെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കാണിക്കാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആസ്പിനെ കളഞ്ഞോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആസ്പിനെ നമ്മളങ്ങനെ കളയൊന്നുമില്ല കേട്ടോ. ആസ്പിനെ അവിടെ പുറക്കാം. പിന്നെ ഞാനെപ്പോഴും വീഡിയോ കൂടുതൽ ചിമ്പുവിനെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിമ്പുവിന് ഞാൻ എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ പിന്നാലെ ഉണ്ടാവേണ്ടത് എപ്പോഴും അവനായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവനെ കൂടുതൽ കാണിക്കുന്നത്. ഈ വഴുതനങ്ങ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷേ ഇതുമ്മ ഒന്നും ഉണ്ടാവണില്ലെന്നേ. എന്തോരം ഇത് പടർന്ന് കയറി പിടിച്ചേക്കണേന്നറിയാം. അത് ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് നട്ടേക്കുന്നതാണ്. പക്ഷേ ഇതുമ്മ കായൊക്കെ ഉണ്ടാവേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വലുതായി പോകുന്നുണ്ട്. അവിടെയൊക്കെ പടർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ പടർന്ന് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പടർത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഉണ്ടായി കാണുന്നില്ല. അത് ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടായി കിട്ടുമെന്ന് അറിഞ്ഞൂടെ. എനിക്ക് തോന്നുന്നത് ഇതുമ്പോൾ കുറേ കിളുന്ത് ഇലയുണ്ട്. ഇത് നമ്മുടെ പയറിൻ്റെ ഇല നമ്മൾ തോരൻ വയ്ക്കില്ല, അതേപോലെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇല പറിച്ചിട്ട് നമുക്ക് തോരൻ വയ്ക്കാമെന്ന് തോന്നാനാണ് ഈ പ്രാവശ്യം. ഇനിയിപ്പോൾ ഈ മാസം കൂടി ഉള്ളൂ, അടുത്ത മാസം തുടങ്ങി നമുക്ക് തണുപ്പ് തുടങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്കിനി ചിലപ്പോൾ എനിക്ക് ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്നുണ്ടാകും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതായിട്ട് ഉണ്ടാവും വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ സാധനം ഇന്നേ വരെ നേരിട്ട് ഈ നിത്യവഴുതനങ്ങ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ സൈഡിൽ ഇല്ലാണ്ടിരുന്നാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കേട്ടിട്ട് പോലും ഇല്ലേ സാധനം. ഇപ്പോൾ നമ്മൾ പോയോ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ നിത്യവഴുതനങ്ങ എന്നൊരു സാധനം കാണുന്നത്. നമ്മൾ പിന്നെ പറഞ്ഞ വീഡിയോയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതും ഇങ്ങനെ രാത്രി നേരം ആകുമ്പോഴാണ് പൂവുണ്ടാവാൻ നല്ല ഭംഗിയായിരിക്കുന്നതൊക്കെ. അങ്ങനെ പ്രതീക്ഷയിലാണ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചത്. കാരണം ഇതുമ്മൊക്കെ നിറച്ചും പടർന്നു പിടിച്ച് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഇതില്ല ഇവിടെ
സാധനം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ഇതാണ് സാധനം. ഇതെന്ത് സാധനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ പറയും ഇത് മുന്തിരിയെന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നണ്ടാവും ചിലപ്പോൾ ഇത് ഞാവൽപ്പഴമെന്ന് തോന്നണുണ്ടാവും. പക്ഷേ ഇത് അതൊന്നല്ല കേട്ടോ. ഈ സാധനം മരമുന്തിരി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ മുണ്ടൂര് വീട്ടിലേക്ക് നമ്മൾ ഇത് നട്ടിട്ടുണ്ട്. എനിക്കാണ് എല്ലായിടത്തും നട്ടിട്ടുണ്ടെന്നാണ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ ചേച്ചിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി നട്ടിട്ടുണ്ട് എങ്ങനെയാണ് ടേസ്റ്റിനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ടോ, ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാട്ടാ. മുന്തിരിയുടെ ടേസ്റ്റ് അല്ല. മുന്തിരി എനിക്ക് സാധാരണ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല. ചില വെറൈറ്റി മുന്തിരികളൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇതിന് മുന്തിരിയുടെ ടേസ്റ്റ് അല്ല. മുന്തിരിയുടെ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുരുള്ള മുന്തിരിയുടെ ഉള്ളിൽ കുരു ഉണ്ടാവില്ലേ, അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കുരുണ്ട്. ഇതിൻ്റെ തൊണ്ടിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാൻ ഇവിടെ ഒരു ചൈന കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിന് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, കാണാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഞാൻ എന്നിട്ട് ഇതിൻ്റെ 5-6 കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ മുന്തിരിയൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, ചിലപ്പോൾ ഇവിടെ നട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ തൈ മുളച്ചിട്ട് ചിലപ്പോൾ ഉണ്ടാക്കി കിട്ടുമെന്ന് വിചാരിക്കണം. എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞാൻ വിത്ത് പാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നട്ടു നോക്കാൻ വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ കടയിൽ ബോക്സല്ല ചെറിയ ടൈപ്പ് കൊണ്ടാണ് ഇത് കടയിലുണ്ടല്ലോ, എപ്പോൾ കണ്ടാലും ഞാനിത് വാങ്ങും. ഇന്ത്യൻ കടയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഞാൻ കഴിച്ചേക്കുന്നത് ഇപ്പോഴും നല്ല നിങ്ങളെ കഴിച്ചിട്ട് കാണിക്കുക. നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ശരിക്കും. നിങ്ങളിതിൻ്റെ തൈ കിട്ടാൻ തന്നെ വാങ്ങിച്ചു വയ്ക്കണം. അടുത്തുമ്പോൾ ഇങ്ങനെ നിറച്ചിങ്ങനെ ഉണ്ടാവും തോന്നണം. അങ്ങനെ നമ്മൾ പഴത്തിൽ കണ്ടേണ്ടേ. കുരുണ്ട് മിക്കതിലും 3 അല്ലെങ്കിൽ 4 കുരുണ്ട്. ഇതേപോലെ ഞെക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫ്രഷ് എടുത്തിട്ട് കഴിയാം. വേറെ കുരു കൂടി കിട്ടി. കുരുണ്ട് 4 കുരുണ്ടാവും, അല്ലെങ്കിൽ 3 കുരുണ്ടാവും. ചിലവർ എനിക്ക് തോന്നുന്നു അതിൻ്റെ തൊണ്ട് തിന്നില്ല എന്നാണ്. പക്ഷേ അതിൻ്റെ ഉള്ള ഫ്ലഷ് തിന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊണ്ടും കൂടിയിട്ട് ഞാൻ കഴിക്കാറുണ്ട്. എനിക്കിഷ്ടമായി. ഭയങ്കര ടേസ്റ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴുണ്ടല്ലോ ഇവിടെ വന്നിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. കാരണം ഇപ്പോൾ കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഞാനിപ്പോഴും പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന്. കാരണം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമുള്ള. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഓരോന്ന് വെച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പം നാട്ടിൽ ഞങ്ങളുടെ പുതിയ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഫീലിങ് നമുക്ക് ഇഷ്ടമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളത് ആൾക്കാരെ കൊണ്ടൊക്കെയാണല്ലോ നമ്മളത് വെപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ തന്നെ വെച്ചിട്ട് അതും ഒരു സാധനം ഉണ്ടായി കാണുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള. അത് ഈ തോട്ടം ഞാൻ പെട്ടെന്ന് അങ്ങനെ ഈ വർഷം നമ്മളങ്ങനെ വിചാരിച്ചതാണ് ഇങ്ങനെ ഒരു തോട്ടം അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അത് പക്ഷേ നല്ല ഭംഗിയായിട്ട് അത് വരികയും ചെയ്തു. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഇങ്ങനെ ആർത്തി പിടിച്ച് എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. ഇത് എന്ത് സാധനമാണ് എനിക്ക് അറിഞ്ഞോട്ട്. ഇതൊരു ചെടിയാണ്. പക്ഷെ ഞങ്ങൾ കോസ്റ്ററിക്കയിൽ നിന്ന് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പക്ഷേ കോസ്റ്ററിക്കയിൽ കണ്ടത് ഇങ്ങനത്തെ ചെടിയായിരുന്നില്ല, ഇതേപോലത്തെ ഇലയായിരുന്നില്ല. ഇനി പോൾസൈഡിന് ഓൺലൈൻ വഴി ഏതൊരു ചെടി ഇവിടെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ അതാണോന്ന് അത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതാണോന്ന് എനിക്ക് അറിയണ്ട. പക്ഷെ സാധനം ഒരു ചെടിയാണ്, എല്ലായിടത്തും ഉണ്ട്. നന്നായിട്ട് കാട് പോലെ പന്തരിച്ച് നിൽക്കുന്നുണ്ട്. പൂവ് ഇനി ഉണ്ടായി കാണുമെന്നൊന്നും അറിഞ്ഞൂടാ. നല്ല ഉഷറത്തിലാണ് ആൾ വരുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ അടിയിൽ ഞാൻ കാണിക്കട്ടെ. ഇതിൻ്റെ അടിയിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ഹലോവിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ മമ്മെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെടി വാങ്ങിച്ചു വയ്ക്കാറില്ലേ, നിറച്ച് ഇങ്ങനെ പടർന്നിട്ട് ഇങ്ങനെ പടർന്നിട്ടല്ല ഇങ്ങനെ ഉരുണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് നിറച്ചും പൂവുണ്ടാവില്ലേ. കഴിഞ്ഞ വർഷം നമ്മൾ ഈ തോട്ടത്തിൽ ഇപ്പുറം നട്ടിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ നട്ടത് നമുക്ക് പിടിച്ചില്ല. ഈ സൈഡിൽ നട്ടത് അതതിൻ്റെ ഉള്ളിലായിരിക്കുകയാണ്, അത് പിടിച്ചിട്ടുണ്ട്. ഈ വർഷം നമുക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സഫ്രോണ് കുങ്കുമപ്പൂ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് പിടിച്ചില്ല കേട്ടോ. ശരിക്കും എനിക്ക് അത് നമ്മൾ നടേണ്ട സമയമായിരുന്നില്ല. ഇവിടെ ഈ നമ്മുടെ തുളുപ്പൊക്കെ പൊന്തി വരില്ലേ, നമ്മുടെ ആ തണുപ്പൊക്കെ മാറിയിട്ട് വരില്ലേ, ആ സമയത്ത് നട്ടിട്ടുണ്ട്. ഞാൻ നട്ടുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു.
ഇതാകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചിലതുമ്പോൾ മുള വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോഴികളെ ആ സമയത്ത് ഇവിടെ ചെടികളൊന്നും അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. കോഴികളൊക്കെ അതിൽ കൂടെ നടന്ന് പിന്നെ ഞാൻ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ബൾബ് അതിൻ്റെ ഉള്ളിയെ നടന്നത് അത് പുറത്തേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ എടുത്ത് നട്ടു. പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒന്നും അവിടെ കണ്ടില്ല. ഓക്കെ. വെന്തി ഉണ്ടല്ലോ, വെന്തിക്ക് ഇയാൾ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട്. കാരണം ഇതിൻ്റെ വള്ളിക്ക് നല്ല കത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ പോയിട്ട് പച്ചക്കറികൾ പറിക്കാം. കുറേ ഇതുണ്ട് കേട്ടോ, കുറേ ബട്ടർഫ്ലൈ ഉണ്ട്. ചെറുതാണ്, ചില സമയത്ത് നല്ല ഭംഗിയുള്ള നല്ല വലുത് വരാറുണ്ട്. ഇതിൻ്റെയൊക്കെ വിത്തുകൾ നമുക്ക് എടുത്ത് വയ്ക്കണം. പക്ഷേ ഇങ്ങനെ ഇതൊന്നും നമുക്ക് അധികം ലെയർ വന്നില്ല. ഇതിനൊക്കെ ആയിക്കോട്ടെ 2 ലെയർ വന്നത്. അത് ഞാൻ ഇനി അടുത്ത വർഷം ഞാനിത് എടുത്ത് വയ്ക്കുന്നത്. ഇതിനൊക്കെ കുറേ ലെയർ ഉണ്ട്. ചിലതിന് 16 ലെയർ വരെ വരുന്നതുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ എടുത്ത് വയ്ക്കണം. ഇവിടെ നോക്കിയെങ്കിൽ നമ്മുടെ സൺഫ്ലവർ വരുന്നുണ്ട്. നമുക്കിവിടെ 5-6 നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നട്ടതല്ല കേട്ടോ. നമ്മളിവിടെ കിളികൾക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് സൺഫ്ലവർ സീഡ്സ് ഉണ്ടല്ലോ, അത് കിടന്നിട്ട് മുളച്ച് വരുന്നത്. അതൊന്നും നല്ല ഭംഗിയുള്ള ഒരെണ്ണം ഇട്ടിട്ട് വരുന്നുണ്ട്. അവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. കാണിക്കാൻ ഇത് നമ്മുടെ വൈറ്റ് ഫ്ലവർ ആട്ടാ. ഇതിന്മേന്ന് കുറേ സീഡ്സ് നമുക്ക് കിട്ടും കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ ഇത് ഉണങ്ങിപ്പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ സീഡ്സ് ഉണ്ട്. ഇത് ഞാൻ ഇതിപ്പോൾ റെഡി ആയിട്ടില്ല കേട്ടോ, നന്നായിട്ട് ഉണങ്ങണം. പക്ഷേ ഇത് നല്ല രസമുള്ള കളറാണ്. എനിക്കവിടെ നാട്ടിലുണ്ട്, പക്ഷേ നാട്ടിൽ ഞാൻ ഇതിൻ്റെ മഞ്ഞ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ വേറെ കളറുകൾ ഉണ്ടാവുമായിരിക്കും. ഇത് നല്ല രസമുള്ള കളറാണ്. ഇത് വെള്ള അതിനെ ഇങ്ങനെ ലെയർ പോലെ വയലറ്റും കൂടിയിട്ട്. പിന്നെ ഉണ്ട് വേറെ കളറുകളുണ്ട്. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. കഴിഞ്ഞ സമയത്ത് നല്ല മഴ പെയ്തിട്ട് കാറ്റ് വന്നിട്ട് ഒരെണ്ണം താഴെ വീണിട്ടുണ്ട്. പക്ഷെ അത് കിട്ടി. എൻ്റെ വിത്ത് എടുത്ത് വയ്ക്കണം. നല്ല ഭംഗിയാണ് ഈ പൂ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ തലയിൽ വയ്ക്കിട്ടാണ്. ചെടികളൊന്നും
പാത്രം കൊണ്ടുവന്നിട്ടാണ് എടുക്കുക. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമ്മളൊരു ഗേറ്റ് പോലെ വെച്ചേക്കുന്നുണ്ട്. ഇതുമ്മേ ഉണ്ടല്ലോ ഞാൻ അവിടെ ഫയർ വെച്ചിട്ടുണ്ട്. ഫയർ നമ്മൾ പടർത്തിയിട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പടർന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടിയിൽ പുറത്തൊക്കെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൈപ്പ് എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അത് ആ ഗേറ്റിനെ നീക്കി കഴിഞ്ഞപ്പോൾ ആ പടർന്ന് കയറിയിട്ട് പോയി. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മളങ്ങനെ പടർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ കോഴിക്കോട് അവിടേക്കാണ് കയറ്റുമ്പോൾ ഒരു ഭംഗിയാണ്. പക്ഷെ അതെല്ലാം പോയിട്ട് വെള്ളം നിറയ്ക്കണോ കുളിക്കാൻ വേണ്ടിയിട്ട്? ഒട്ട വെള്ളമുള്ള മക്കളെ. ഇത് തക്കാളി ആരെ കൊത്തനപ്പം തരഞ്ഞ. അപ്പൊ ഇതാട്ടെ നമ്മുടെ ഗ്രീൻ ഹൗസില് നമ്മുടെ പച്ചക്കറികൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് കുറേ ക്യാൻഡിലൂപ്പൊക്കെ നമുക്ക് കുറേ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം നമുക്ക് ക്യാൻഡിലൂപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ക്യാൻഡിലൂപ്പ് ഉണ്ടായിട്ടില്ല. വേറെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ മനസ്സിലാവണില്ല. പിന്നീടല്ലോ ഈ വർഷം എനിക്ക് ഭയങ്കര സങ്കടമായ ഒരു കാര്യം കേട്ടത്, ഇത് നമ്മുടെ കോവലാട്ടോ കാണാൻ വേണ്ടി പറ്റുന്നത് മേടിക്കുന്നത് കണ്ടില്ലേ. ഇത് എൻ്റെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നത് നമ്മുടെ മിയാക്കിച്ചിലൊക്കെ കാണുന്നുണ്ടാ. അവരെ എനിക്ക് കൊണ്ടുവന്ന് തന്ന അത്യാവശ്യം നല്ല വലിയ കടയായിരുന്നേ. ഞാനിത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് നന്നായിട്ട് പടർന്ന് ചെറിയ പിടിച്ചു. അവിടെ പേര് വിൻസിന്നാട്ടാ. എന്നിട്ട് വേറെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിലേക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ ഗ്രീൻ ഹൗസിൽ ഒരെണ്ണം ഞാൻ വെച്ചു, ഒരെണ്ണം ഞാൻ പുറത്ത് വെച്ചിരുന്നു. ഉള്ളിൽ നല്ല ചൂട്. ഒരെണ്ണം ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറത്ത് വെച്ചത് അധികം ഒരു വർഷം എത്തിയേക്കണ കടയായിരുന്നു. പക്ഷെ ഇത് 2 വർഷം എത്തിയ കടയായിരുന്നു. എനിക്ക് തന്നപ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നല്ലതായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അവർ കൊണ്ടുവന്ന് തരുമ്പോഴുണ്ടല്ലോ അത് അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ടായിരുന്നു. തണുപ്പൊക്കെ ഉള്ള സമയത്താണ് എനിക്ക് കൊണ്ടുവന്ന്, തണുപ്പ് മാറുന്ന സമയത്താണ് എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീടിൻ്റെ അകത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നട്ടിട്ട് നോക്കിയിട്ട് ഇത് നന്നായിട്ട് പടർന്ന് കയറി പിടിച്ചു. പക്ഷേ ഇതുമ്മ ഒരു പൂവുണ്ടായി. ഇതുമ്മേ ഒരു പൂവുണ്ടായി. നമ്മുടെ ഡെക്കിൻ്റെ അവിടെ നമ്മൾ ഒരെണ്ണം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ, അതുമ്മേ ഒരു പൂവുണ്ടായി. രണ്ടുമേ ഒരേ കായ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടും കൊഴിഞ്ഞു പോയി. പിന്നെ ഇതുമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് എന്ത് നന്നായിട്ട് ഇത് ആർത്ത് പിടിച്ചേക്കണേന്ന് അറിയോ. പക്ഷെ ഇത് എനിക്കൊന്നും ചിലപ്പോൾ നമ്മൾ ഗ്രീൻ ഹൗസിൽ വെച്ചാണെങ്കിൽ ചിലപ്പോൾ ഇല്ലാണ്ടിരുന്നു. അടുത്ത വർഷം ഞാൻ എന്തായിരുന്നാലും ഇതിനെ പുറത്തേക്ക് നടും. തണുപ്പ് തുടങ്ങുമ്പോൾ ഇതിനെ കമ്പൊക്കെ വെട്ടിയിട്ട് എടുത്ത് വെക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ഉണ്ടായിട്ടുണ്ട്. വെള്ളരിക്കും നമുക്ക് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഉള്ളിലുണ്ടായിരുന്നു. അത് ഉണ്ടായി വരുന്നുള്ളൂ. അത് നോക്കിക്കേ, നമുക്ക് ഓണത്തിനൊക്കെ നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് ഇത്. പിന്നെ പിന്നെ ഇത് കിടക്കുന്നുണ്ട്, നമ്മുടെ കക്കടി ഉണ്ടല്ലോ, കുക്കുംബർ, അതുണ്ടായി കിടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ വലിയ പ്രതീക്ഷയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ചീര ഉണ്ടായിട്ടുണ്ട്, കാണണ്ട ഞാൻ കാണിക്കാം. പിന്നെ പാൽച്ചീര ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ചീരകളൊന്നും നന്നായി വരുന്നില്ല. പുഴുവല്ല, ഇലമയൊക്കെ നിറച്ച് ഒരു തരം പ്രാണി വന്നിട്ട് ഇല മുഴുവൻ തിന്നിട്ട് പോവാ. മിക്സ് ചീര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിത്തിന് വേണ്ടിയിട്ട് വെച്ചില്ല. ഇതിൻ്റെ തണ്ട് ഈ വെള്ള കളർ, അതാണ് ഇതിന് മിക്സ് ചീര എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെ നോക്കിക്കേ ഒന്നുമേ ഇലയില്ല, കണ്ട. ഇത് പുഴുവല്ല, ഒരു പ്രാണിയെ വന്നിരിക്കുന്നത്. പ്രാണി വന്നിരുന്നിട്ട് മുഴുവനും കഴിക്കാതെ തന്നെ നമുക്ക് ചീര ഒന്നും നമുക്ക് അങ്ങനെ നന്നായി കിട്ടിയില്ല. ഞാൻ ആദ്യം ഉണ്ടായപ്പോൾ അത്രയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചുമന്ന ചീരയൊന്നും അങ്ങനെ കുഴപ്പമില്ല കേട്ടോ, അത് ഇഷ്ടമാണ്. വെള്ളച്ചീരാമേ അത് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഇല കുറച്ച് സോഫ്റ്റാണ്. അപ്പം കുറേ എല്ലാത്തിൻ്റെയും പൂവുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഗ്രീൻ ഹൗസിലായതുകൊണ്ട് അത്രയ്ക്ക് പെട്ടെന്ന് പോവില്ല തണുപ്പോടിങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയില്ല. കാരണം ഈ ഇങ്ങനത്തെ അത് സാധനങ്ങൾ എല്ലാത്തിൻ്റെ ഇല ഏതാണ്ട് ഒരേപോലെയുള്ള എല്ലാത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു കായകൾ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്തൊക്കെയാണ്. രണ്ടും ഞാൻ കുക്കുമ്പറുണ്ടാവും.
പറിക്കുന്നില്ല. കാരണം ഒരുമിച്ച് എല്ലാവരും പറിച്ച് വെച്ചാൽ നമുക്ക് ചിലവാകുന്നില്ല. ഇനി നമുക്ക് അവിടെ തോട്ടത്തിൽ പോയിട്ട് അവിടെ പറിക്കാം. അവിടെ എന്നാലും നല്ല വെയിലാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും അടിയിൽ എൻ്റെ അടിയിൽ വെള്ളരിക്കണ്ടേ. അന്ന് എടുത്തോ, നമുക്ക് വിത്തിനെടുക്കാം എടുത്തോ. ചെറുത് അപ്പുറത്തെ സൈഡിലുണ്ടായിട്ടുണ്ട് ഒരെണ്ണം, അപ്പുറത്തെ സൈഡിൽ. ഈ ബോക്സൊക്കെ ഇത് ഉണ്ടാക്കിയത് ഈ വർഷം പോൾസേട്ടനെ ഉണ്ടാക്കിയത് കേട്ടോ. ഇത് പുതിയത്, മറ്റേതിന് നല്ല നല്ല വലിയ ബോക്സായിട്ട് ഉണ്ടാക്കിയത്. നോക്കട്ടെ, കാണിച്ച പോൾസേട്ടാ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണ് അത്? കൊറിയൻ മാർക്കറ്റിൽ വാങ്ങിയ സാധനം. ഇത് വെള്ളരിക്കണോ? വെള്ളരിക്ക ഇത് മഞ്ഞ. ഇവിടെ ഉണ്ടല്ലോ നമുക്ക് കുറേ തക്കാളി ഉണ്ടായിരുന്നു. തക്കാളി നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. മിക്ക ദിവസം നമ്മൾ പറിക്കാറുണ്ട്. ഇത് നമ്മൾ ഈ വർഷം നമ്മൾ ഉണ്ടാക്കിയതാട്ടാ. ഇത് ഇവിടെ നമ്മൾ പുതിയ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിക്കാട്ടോ. അവിടെ ഇവിടെ നിറച്ചുണ്ട് ആലികെ. 2 ദിവസം മുമ്പ് നമുക്ക് പറിച്ചിട്ടുണ്ടായിരുന്നു. അധികം ഇല്ല, നമ്മളെല്ലാ ദിവസവും ഒന്നും പറിക്കുമ്പോഴേ പിന്നെ അധികം ഇല്ല. കുറച്ചുണ്ട്. അധികം പഴുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അണ്ണാമാർ വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ ആ വെന്തിപ്പുണ്ടായിരുന്നു. ഈ അവിടെ പഴുത്തത് അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ കിടന്നാലും പറിക്കാൻ വേണ്ടി. ഇവിടെ നമുക്ക് പച്ചയ്ക്ക് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എണ്ണുണ്ടായി. ഇത് നമ്മുടെ ഡാലിയ കേട്ടാ. ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നിറച്ച് മുട്ടിട്ടിട്ടുണ്ട്. എല്ലാവരും ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞു. ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് കുറേ പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രസം. ഇതാട്ടെ നമ്മുടെ പച്ചക്കറി തോട്ടം. പയറൊക്കെ ഉണ്ടാക്കി കിടക്കണ നോക്കിക്കേ. എല്ലാവരും നന്നായിട്ട് ആർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ കൊത്താമര പൂവുണ്ടായി നിൽക്കുന്നതാട്ടാ. കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് കൊത്താമര. നമുക്ക് പറിക്കണം. നമ്മുടെ വെള്ളപ്പാവയ്ക്ക് ഉണ്ടായേക്കുന്നത് കേട്ടോ. ആരെങ്കിലും എനിക്ക് വീഡിയോ പിടിച്ച് തരാനുണ്ടെന്ന് വെച്ചാൽ എനിക്ക് എളുപ്പമാണ്. ഇവിടെ ഇപ്പോൾ ആരും ഇല്ല, പിള്ളേരാരും ഇല്ല. അപ്പോൾ ഞാൻ ട്രൈപോഡ് വെച്ചിട്ട് പിടിക്കണം. ഇതൊക്കെ ചെറുതാട്ടാ. നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളപ്പാവയ്ക്ക. നമുക്ക് ഈ വർഷം ആദ്യമായിട്ട് വെള്ളപ്പാവയ്ക്ക് ഉണ്ടായത്. അല്ലെങ്കിൽ നമുക്ക് പച്ച കളർ പാവയ്ക്കാണ് ഉണ്ടാവുന്നത്. നമുക്ക് നമ്മുടെ ചെമ്പുട്ടൻ ഇങ്ങോട്ട് വന്നേടാ. എൻ്റെ സൗണ്ട് ആയിട്ടിട്ട് ഓടി വന്നതാ. ഇത് വാങ്ങട്, ഇത് തരഞ്ഞ നമ്മുടെ പാവയ്ക്ക. അവിടെ നിന്നോ നീയേ. നെയ്യാണ് കുറച്ചുകൂടി വലിപ്പം വെക്കൂട്ടോ. അത് ആദ്യം വലിപ്പം വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2-3 പഴുത്ത് പോയിട്ടുണ്ട്. നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് ഇട്ടേക്കണ്ട. പിന്നെ ഈ വർഷം നമുക്ക് വയലറ്റ് കളർ പയറുണ്ടായിട്ടുണ്ട്. പയർ കുറേ പറിക്കാനുണ്ട്. അത് പറിച്ചെടുക്കാം. പാവലം ഞാൻ എല്ലാവരും പറിക്കണില്ല. കാരണം ഒരുമിച്ച് നമ്മൾ പറിച്ചാലും അപ്പം നമ്മൾ കറി വെച്ച് കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് ഉണ്ടാവും. അത് ചേർത്ത് വരുന്നുണ്ട്. കുറേ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് മിക്ക ദിവസവും വൈകിട്ട് വന്നിട്ട് നമ്മൾ പറിച്ചിട്ട് അപ്പം തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒലത്തും. അപ്പോൾ കുറച്ച് ഒടിയനായിട്ട് നമുക്ക് കിട്ടും. പിന്നെ
അല്ല കുറച്ച് പൊളിയനൊക്കെ നമുക്ക് കിട്ടും, പിന്നെ കൂടുതലും ഒടിയനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒലത്താനൊക്കെ പറ്റാറുണ്ട്. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഉണ്ട്, കുറേ ഉണ്ട്. ഈ നമ്മുടെ ഇതുണ്ടല്ലോ അമരപ്പയർ, ഇത് കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ പറിച്ചിട്ടില്ല കേട്ടോ ഇന്ന് വരെ. ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് നിൽക്കണം. അതേപോലെ കുറേ ഉണ്ടായിട്ടുണ്ട് ഈ സാധനം. ഈ സൈഡിലും ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. രാത്രി നോക്കി ഇത് അത്യാവശ്യം നല്ല വലിപ്പം. എനിക്ക് വിത്തിനിടണം, കാരണം ഞാനവിടെ വിത്തിനിട്ടിട്ടുണ്ടായിരുന്നേ. അത് പഴുത്തിട്ടുണ്ട് നന്നായിട്ട്, പക്ഷെ വിത്തിനിടായിരുന്നു എനിക്ക്. ഈ വയലറ്റ് പയർ നല്ല ടേസ്റ്റ് ആട്ടാ, നല്ല രുചിയാണ്. പയർ അല്ല, നമ്മുടെ പാവല ഇവിടേക്ക് പടർന്ന് കയറുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പടർന്ന് കയറി പിടിച്ചിട്ടുണ്ട്. എപ്പോഴേക്ക് ഇതൊക്കെ ഉണ്ടായി ഒരെണ്ണം അവിടെ കിടക്കുന്നുണ്ട് വലുതായിട്ട്. അത് ഞാൻ പറിക്കുന്നില്ല, കാരണം നമുക്ക് വിൽക്കുന്ന ആവശ്യമില്ല. തരും, നിന്ന് കഴിഞ്ഞിട്ട് നീങ്ങി തരും. അനങ്ങാണ്ട് നിൽക്കുന്നു, അപ്പൊ തരാം. ഇത് പാലൊക്കെ ഒന്ന് ഇരി ഭംഗിയാക്കട്ടെ. തരാട്ട മോനെ, രണ്ടു തന്നാക്കി തിന്നാല. ഓടരുത്, ഇവിടെ നിൽക്കാം. അവിടെ എന്നാലും വൃത്തിയാക്കാൻ പറ്റുള്ളൂ, എന്നാലും കുറച്ച് ഗ്ലാമർ ആവുള്ളൂ, കുറച്ച് ഹാൻസം ആവുള്ളൂ. കൊച്ചിന്റെ ലുക്കൊക്കെ പോവില്ലട കൂട്ടാ. സുന്ദരനാവണെങ്കിൽ മുടി ഇടണം. അവിടെ നിൽക്കും, ഞാൻ നിന്റെ വാലും നോക്കും പോകില്ല. പട്ടുമെത്തയില് പട്ടുമെത്ത ഒന്നുകൂടി നോക്കട്ടെ. സോറി സോറി, പിന്നീട് നന്നായി കേട്ടാ. നല്ല സുന്ദരനായിട്ട് നിന്റെ രോമം നമ്മുടെ കിളികൾക്ക് കൂട് കൂട്ടാൻ എടുക്കാം. നമ്മുടെ ഡാലിയ തോട്ടാട്ടോ. അവിടെ ഒരു ഡാലിയ കഴിഞ്ഞ ദിവസം കാറ്റ് വീശിന്ന് പറഞ്ഞില്ലേ, കാറ്റത്ത് അത് ഒടിഞ്ഞ് വീണെടുക്കണ നോക്കി. അതിന് ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി ഒന്ന് കെട്ടി നോക്കണം. ചിമ്പോ, ചിമ്പുട്ടാ, ഓടിവാ. ഓടിവാ. നമ്മുടെ നടുവിലെ ഡാലിയ തോട്ടത്തിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നല്ല കാറ്റ് വീശിണ്ടായിരുന്നു. 2-3 കൊമ്പുകൾ ഇതാ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് വീണെടുക്കായിരുന്നു. ഞാൻ നട്ട് രണ്ടാമത് കുറ്റി അടിച്ചു കൊടുത്ത്. ഇത് എത്ര നല്ല കടകളാണ് അതിൽ നിന്ന് കൊമ്പൊടിഞ്ഞു പോയിനെ നോക്കിക്ക്. കുറേ മുട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാത്തിനും കുറേ ഒടിഞ്ഞു. 3 വലിയ കൊമ്പൊടിഞ്ഞു. ഇത് ഇനി പിടിക്കാവോ? ഇതും ഒടിഞ്ഞെടുക്കായിരുന്നു. ഇത് ഭംഗിയാണെന്നറിയോ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര കാറ്റായിരുന്നു, പക്ഷെ ഇത്രയ്ക്കല്ലേ പോയുള്ളൂ. ഞാൻ വിചാരിച്ചു എൻ്റെ എല്ലാവരും ഒടിഞ്ഞു പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ ദൈവം സഹായിച്ച് അത്രയ്ക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. എന്ത് ഭംഗിയല്ലത് കാണാൻ വേണ്ടിയിട്ട്.
ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഞാൻ പോയിട്ട് വന്നപ്പോൾ 5-6 പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്യാപ്പ് വന്നേക്കുന്നുണ്ട്. കായ്പക്കായി കുറേ